എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ 25-26 എന്ന് പറയുന്ന ഫിനാൻഷ്യൽ ഇയറും അവസാനിക്കാൻ പോവുകയാണ്. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. 25-26 ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും GSTയിൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്കറിയാം എഗ്രിഗേറ്റ് ടേൺ ഓവർ എന്നുള്ളൊരു കാര്യം നമ്മൾ നോക്കണം. എഗ്രിഗേറ്റ് ടേൺ ഓവറിനെ കൊണ്ട് നമുക്ക് പല ഡിസിഷൻസും നമ്മൾ എടുക്കേണ്ടത് ഈ എഗ്രിഗേറ്റ് ടേൺ ഓവർ വെച്ചാണ്. ഇപ്പോൾ നമുക്ക് അടുത്ത ഫിനാൻഷ്യൽ ഇയർ 26-27 ഫിനാൻഷ്യൽ ഇയറിൽ നമുക്ക് കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ടേൺ ഓവർ എത്രയാണ് നമ്മൾ കണക്കാക്കണം. കാരണം 1.5 കോടി വരെ ടേൺ ഓവർ ഉള്ളവർക്ക് മാത്രമേ എന്ത് ഓപ്റ്റ് ചെയ്യേണ്ട ഇതുള്ളൂ, കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 1.5 കോടിക്ക് താഴെയായിരിക്കണം. ട്രേഡേഴ്സും മാനുഫാക്ചേഴ്സും ഒക്കെ ആണെങ്കിൽ 1.5 കോടി വരെയുള്ളവർക്ക് മാത്രമേ കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ടേൺ ഓവർ എത്രയാണെന്ന് നോക്കണം. അതേപോലെ തന്നെ എഗ്രിഗേറ്റ് ടേൺ ഓവർ നോക്കിയാണ് നമുക്ക് അടുത്ത ഫിനാൻഷ്യൽ ഇയർ, അതായത് 26-27 ഫിനാൻഷ്യൽ ഇയറിൽ നമുക്ക് ഈ ഇൻവോയ്സിങ് ബാധകമാണോ എന്ന് നോക്കേണ്ടത്. 5 കോടിക്ക് മുകളിലാണ് നമ്മുടെ 25-26 ഫിനാൻഷ്യൽ ഇയറിൽ ടേൺ ഓവർ എങ്കിൽ നമ്മൾ നിർബന്ധമായും 26-27 ഈ ഇൻവോയ്സിങ് നമ്മൾ ചെയ്യണം. അപ്പോൾ നമ്മളുടെ ടേൺ ഓവർ എത്രയാണെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ അടുത്ത ഫിനാൻഷ്യൽ ഇയർ മുതൽ ഈ ഇൻവോയ്സിങ് നമുക്ക് അപ്ലിക്കബിൾ ആകുമോ എന്നുള്ളത് നമ്മൾ നോക്കണം. പിന്നീട് നമ്മൾ എക്സ്പോർട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ വിത്തൗട്ട് ടാക്സ് ആണെങ്കിൽ, എക്സ്പോർട്ട് ചെയ്യുമ്പോൾ വിത്തൗട്ട് ടാക്സ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? LUT, ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് ഫർണിഷ് ചെയ്യണം. ഇപ്പോൾ LUT ഫർണിഷ് ചെയ്താൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് ടാക്സ് അടക്കാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ എക്സ്പോർട്ട് LUT ഫർണിഷ് ചെയ്യേണ്ട സൈറ്റിൽ തന്നെ gst.gov.in എന്നുള്ള സൈറ്റിൽ തന്നെ നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റും. അത് ചെയ്യേണ്ട അവസാന തീയതി 31 മാർച്ച് 2026. നമുക്ക് അടുത്ത ഫിനാൻഷ്യൽ ഇയർ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? LUT നമ്മൾ ഫർണിഷ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ, അതായത് ഒന്ന് നമുക്ക് കോമ്പോസിഷൻ അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി 31 മാർച്ചാണ്. അടുത്ത ഫിനാൻഷ്യൽ ഇയറിലേക്ക് നമുക്ക് കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്യേണ്ട അവസാന തീയതി 31 മാർച്ചാണ്. അപ്പോൾ കോമ്പോസിഷൻ നമുക്ക് ഓപ്റ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ അവസാന തീയതിയാണ്. അതേപോലെ തന്നെ നമ്മുടെ എഗ്രിഗേറ്റ് ടേൺ ഓവർ നമ്മൾ നോക്കണം. എഗ്രിഗേറ്റ് ടേൺ ഓവർ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമുക്ക് ഈ ഇൻവോയ്സിങ് അപ്ലിക്കബിൾ ആകുമോ എന്നുള്ള പല തീരുമാനങ്ങളും, ഇപ്പോൾ മാനുവൽ റിട്ടേൺ ആയാലും അതൊക്കെ നമുക്ക് തീരുമാനിക്കേണ്ടത് ഈ എഗ്രിഗേറ്റ് ടേൺ ഓവർ നമ്മൾ നോക്കിയിട്ടാണ്. ഇനി മൂന്നാമതായിട്ട് നമ്മൾ നോക്കേണ്ടത് നമുക്ക് ഇത് LUT, ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് ഫർണിഷ്, എക്സ്പോർട്ടൊക്കെ നമുക്കുണ്ടെങ്കിൽ LUT ഫർണിഷ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് 31 മാർച്ച് 2026. ഇതാണ് നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് ഈ ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുമ്പോൾ GST നമ്മൾ പ്രധാനമായി നോക്കേണ്ടത്. പിന്നീട് നമുക്കറിയാം 2026-27 നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഇൻവോയ്സ് നമ്പർ 1 മുതൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കണം. നിർബന്ധമായും സ്റ്റാർട്ട് ചെയ്യണം. അതായത് ഒരിക്കലും എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, കണ്ടിന്യൂവേഷൻ പാടില്ല. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഇൻവോയ്സ് ഇടാൻ വേണ്ടി പാടുള്ളതല്ല. നമ്മൾ എന്ത് ചെയ്യണം? 1 മുതൽ ഇൻവോയ്സ് നമ്പർ 01 മുതൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിനെ എത്രയും ആകാം 16 GST വരുന്നത് 16 ഡിജിറ്റിൽ കൂടാൻ വേണ്ടി പാടില്ല. അപ് ടു 16 ഡിജിറ്റ് വരെ ആൽഫ ന്യൂമറിക്കൊക്കെ നമുക്ക് ഇടാം ഇൻവോയ്സ് നമ്പർ. പക്ഷേ 1 മുതൽ സീരിയൽ നമ്പർ ഫസ്റ്റ് മുതൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? 26-27 സ്റ്റാർട്ട് ചെയ്യും. പലരും ചെയ്യാറ് 101, 102, പക്ഷേ അങ്ങനെയൊന്നും ഇടാൻ വേണ്ടി പാടുള്ളതല്ല. 1 മുതൽ തന്നെ ചിലവർ ഏപ്രിൽ 1-നൊക്കെ 500-600 ബില്ലിടും. കാരണം അവർ വിചാരിക്കുന്നത് നമുക്ക് ഇത്രയും ബില്ല് ആയിട്ടുണ്ടാവും അവർ വിചാരിച്ചോട്ടെ എന്നൊക്കെയുള്ള കൺസെപ്റ്റാണ്. അതൊക്കെ തെറ്റായ ധാരണയാണ്. നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ അറിയാം അടുത്ത ഈ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ ഇൻകം ടാക്സ് ആക്ട് 2025 അപ്ലിക്കബിൾ ആകാൻ പോവുകയാണ്. ഇത്രയും കാലം നമ്മൾ ചലാനൊക്കെ അടക്കുമ്പോൾ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആയിരുന്നു. ഫിനാൻഷ്യൽ ഇയർ, അസസ്മെൻറ്റ് ഇയർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറ്റി ചെയ്യണം. ഇത് ഏതാണ് ഫിനാൻഷ്യൽ ഇയർ, ഏതാണ് അസസ്മെൻറ്റ് ഇയർ എന്നൊക്കെ നമുക്കറിയണം. ഇനി അടുത്ത വർഷം മുതൽ 26-27 ഫിനാൻഷ്യൽ ഇയർ മുതൽ 26-27 ഫിനാൻഷ്യൽ ഇയറിൻ്റെ ടാക്സുകൾ അടക്കുമ്പോൾ നമുക്കൊരു ടാക്സ് ഇയർ എന്ന് പറയുന്ന ഇൻകം ടാക്സ് ആക്ട് 2025 ടാക്സ് ഇയർ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് മാത്രമേ ഉണ്ടാകൂ. അപ്പോൾ എല്ലാവരും ഇത് വളരെയധികം ശ്രദ്ധിക്കണം. LUT നോക്കണം, കോമ്പോസിഷൻ അപ്ലിക്കബിൾ ആണെങ്കിൽ അത് നോക്കണം. അതേപോലെ തന്നെ എന്ത് ചെയ്യണം? ഇൻവോയ്സ് സീരിയൽ നമ്പർ 1 മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഇനി 5 കോടി ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഈ ഇൻവോയ്സിങ് അപ്ലിക്കബിൾ ആണെങ്കിൽ ഈ ഇൻവോയ്സിങ് മാർച്ച് 1 ഏപ്രിൽ മുതൽ തന്നെ ചെയ്യാൻ വേണ്ടി തുടങ്ങുക. ഒരുപാട് നന്ദി. നല്ലൊരു ഇയർ എൻഡും അതേപോലെ തന്നെ നല്ലൊരു ന്യൂ ഇയറും ആശംസിക്കുന്നു. പുതിയ ഫിനാൻഷ്യൽ ഇയറും ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.